بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹധന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാനത്ത് ഇൻദഹു മദ്ലിമത്തുൽ ലി അഖീഹി, ആരെങ്കിലും തൻ്റെ സഹോദരനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, മിൻ ഇർളിഹി ഔ മിൻ ഷൈഇൻ, അത് ഏത് രൂപത്തിലുള്ള അക്രമമാണെങ്കിലും, അവൻ്റെ അഭിമാനം പറിച്ചു ചീന്തുകയോ അതല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള അക്രമമാണ് നടത്തിയതെങ്കിലും, ഫല്യതഹല്ലൽഹു മിൻഹു അൽ യൗം, ഇന്ന് അതവൻ പൊരുത്തപ്പെടിക്കട്ടെ. ഖബ്ല അൻ ലാ യകൂന ദീനാറും വലാ ദിർഹം, ഒരു ദീനാറും ഒരു ദിർഹമുമില്ലാത്ത ദിവസം പരലോകത്ത് വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ തൻ്റെ സഹോദരനെ അവൻ പൊരുത്തപ്പെടിക്കട്ടെ. ഇനി അവനത് പൊരുത്തപ്പെടിച്ചില്ല എങ്കിൽ, ഇൻകാന ലഹു അമലുൻ സ്വാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലിമതിഹി, തൻ്റെ സഹോദരനെ ആക്രമിച്ചതിൻ്റെ പേരിൽ ഇവൻ്റെ നന്മകൾ എടുത്തുകൊണ്ട് അള്ളാഹു ആരെയാണോ ഇവൻ ആക്രമിച്ചത് അവർക്ക് നൽകും. വഇല്ലം യകുല്ലഹു ഹസനാത്തുൻ ഉഖിദ മിൻ സയ്യിആതി സ്വാഹിബിഹി ഫഹുമില അലൈഹി, ഇനി ഇവനൊരു നന്മയുമില്ല, അങ്ങനെയാണെങ്കിൽ ഇവൻ ആരെയാണോ ആക്രമിച്ചത് അവൻ്റെ പാപഭാരങ്ങളെല്ലാം ഇവൻ ഏൽക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, പരസ്പരം കടിച്ചു കീറാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ സഹോദരനെ ഏതെങ്കിലും അർത്ഥത്തിൽ ദ്രോഹിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ചെയ്ത പാപഭാരങ്ങൾ വരെ ഇവൻ പേറേണ്ടി വരുമെന്നാണ് പുണ്യനബി പഠിപ്പിക്കുന്നത്. അതൊക്കെ നാം വളരെ കാര്യഗൗരവത്തിലെടുക്കുകയും ആർക്കും ഒരാൾക്കും നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഒരു പ്രയാസവും വരാത്ത ജീവിതം നയിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കുകയും വേണം. കാരുണ്യവാനായ റബ്ബ് സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.